ഒരൊറ്റ സിനിമ മാത്രം തൻ്റെ കരിയറിൽ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ. ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടി, തിയേറ്ററിൽ അത്യാവശ്യം കളക്ട് ചെയ്ത സിനിമയാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്യാൻ സാധിച്ചില്ല. ആ ഒരു സിനിമയും ആ ഒരു സംവിധായകനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തോപ്പിൽ ബാസി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിനെ വെറും ഒരു എഴുത്തുകാരനായിട്ട് മാത്രം നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം മലയാള സിനിമയിലെ ഒരുപാട് ബോക്സ് ഓഫീസിൽ ഹിറ്റുകൾ നൽകിയ, ഒരുപാട് കലാമൂല്യമുള്ള സിനിമകൾ നൽകിയ, വലിയ വലിയ സംഭാവന നൽകിയ ഒരു വലിയൊരു എഴുത്തുകാരൻ തന്നെയാണ് അദ്ദേഹം. നാടകത്തിലായാലും സിനിമയിലായാലും ഒക്കെ തോപ്പിൽ ബാസി ഒരു ആചാര്യൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അജയൻ. അജയൻ എന്ന് പറയുന്ന അദ്ദേഹം അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു. പിന്നീട് അച്ഛനെ തോപ്പിൽ ബാസിയുടെ കൂടെയും ഭരതൻ, പത്മരാജൻ, അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ സംവിധായകനൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ അദ്ദേഹം MTയുടെ അടുത്ത് ഒരു സ്ക്രിപ്റ്റ് ചോദിച്ചു ചെല്ലുന്നു. മാണിക്യക്കല്ല് എന്ന് പറയുന്ന MTയുടെ കഥ, അത് സ്ക്രീൻ പ്ലേ ആക്കി സിനിമ ചെയ്യാനായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പ്ലാൻ. പക്ഷെ അത് സംഭവിച്ചില്ല. അങ്ങനെ പകരം പെരുന്തച്ചൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ, നമുക്കറിയാം 1990 ആ ഒരു സിനിമ ശരിക്കും സംഭവിക്കുന്നതൊക്കെ. തിലകൻ്റെ കരിയറിൽ പെരുന്തച്ചൻ പോലത്തെ ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ പെരുന്തച്ചൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് കാണുമ്പോൾ തിലകൻ അല്ലാതെ നമുക്ക് മറ്റാരെയും സങ്കല്പിക്കാൻ കഴിയില്ല. മലയാളത്തിലെ വലിയൊരു പ്രൊഡ്യൂസറായ ജയകുമാർ, ഭാവചിത്ര ജയകുമാർ, അദ്ദേഹമാണ് ആ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ നമുക്കറിയാം, അന്ന് ഒരുപാട് സിനിമകൾ, സർഗം പോലത്തേക്ക് അല്ലെങ്കിൽ വടക്കൻ വീരഗാഥക പോലത്തേക്ക് ഒരുപാട് കലാമൂല്യമുള്ള വേറെ തരത്തിലുള്ള സിനിമകൾ, അതൊക്കെ ബോക്സ് ഓഫീസിൽ അന്ന് ഭയങ്കരമായിട്ട് ഹിറ്റാവുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ പെരുന്തച്ചൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അന്ന് പെരുന്തച്ചൻ്റെ മകനായിട്ട് അന്ന് പ്രശാന്താണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രശാന്ത് എന്ന് തമിഴിലെ സൂപ്പർ സ്റ്റാറായ ത്യാഗരാജൻ്റെ മകൻ. പ്രശാന്ത് എന്ന നായകനായിട്ട് തമിഴിൽ ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രശാന്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. എന്നാൽ അതിനുശേഷം പ്രശാന്ത് വേറൊരു സിനിമയും ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പ്രശാന്ത് ഒരു പക്ഷേ മലയാളത്തിൽ കണ്ടിന്യൂ, അതും തമിഴിൽ അന്ന് ഒരു വലിയൊരു സ്റ്റാർ തന്നെയായിരുന്നു. അന്ന് തമിഴിൽ അന്ന് ഒരുപാട് നായകനായിട്ട് സിനിമകളൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം പ്രശാന്ത് ഒന്ന് മലയാളത്തിൽ പിന്നീട് വരാതിരുന്നത്. പക്ഷേ അതെന്നും നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു പ്രശാന്തിൻ്റെ. പിന്നെ അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു നടനുള്ള മനോജ് കെ ജയനാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വീണ്ടും ഇങ്ങനെ പല റീൽസിലൂടെയും അതുപോലെ പല ആർട്ടിക്കിൾസൊക്കെ ഞാൻ വായിക്കുന്നത്, ഏറ്റവും കൂടുതൽ കണക്റ്റായിട്ട് കേൾക്കുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ മനോജ് കെ ജയൻ്റെയാണ്. ശരിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തിലകന് അതിന് അവാർഡുകളൊക്കെ കിട്ടിയെങ്കിൽ പോലും ആ ഒരു സിനിമ ശരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഒരു ഗുണം ചെയ്തിട്ടുള്ളത് മനോജ് കെ ജയനാണ്. അത് മനോജ് കെ ജയൻ തന്നെ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. പല ഇൻ്റർവ്യൂസിലൊക്കെ നിങ്ങൾ തന്നെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. എന്താ കാരണം എന്ന് വെച്ചാൽ അന്ന് മനോജ് കെ ജയൻ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ അഭിനയമൊക്കെ പഠിച്ചു വന്ന് സീരിയൽ ചെയ്യുന്നു. കുറച്ച് സിനിമകളൊക്കെ നിങ്ങളൊന്ന് മറുപുറം എന്ന് പറയുന്ന ഒരു സിനിമ, അങ്ങനെ വളരെ അപൂർവമായിട്ടുള്ള കുറച്ച് സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്താണ് പെരുന്തച്ചലിലോട്ട് അവസരം കിട്ടുന്നത്. അന്ന് മംഗലാപുരത്തോ അവിടെ ഒക്കെ ആയിരുന്നു ഷൂട്ടിങ്. അപ്പോൾ ഇതേപോലെ തന്നെ മനോജ് കെ ജയന് ഒരു അവസരം കിട്ടി, അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് മനോജ് കെ ജയൻ്റെ തലയൊക്കെ മുട്ടയടിച്ച് വേറൊരു ലുക്കിലൊക്കെ ചെയ്യുന്നു. അങ്ങനെ മനോജ് കെ ജയൻ അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ MTക്കും സംവിധായകൻ അജയനൊക്കെ ബോധ്യപ്പെട്ടു. അതിൻ്റെ ക്യാമറാമാനായിരുന്നു സന്തോഷ് ശിവൻ. അപ്പോൾ ഈ ഒരു സിനിമ പെരുന്തച്ചൻ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്ത ശേഷം സന്തോഷ് ശിവൻ ചെയ്യുന്ന സിനിമയാണ് ദളപതി. അപ്പോൾ ദളപതി മായി ബന്ധപ്പെട്ട് സന്തോഷ് ശിവൻ മണിരത്നമൊക്കെ ഒരു ഡിസ്കഷനൊക്കെ ഇരിക്കുന്ന സമയത്താണ് ദളപതിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ, അതിൻ്റെ ഭയങ്കര ത്രൂ ഔട്ട് ക്യാരക്ടർ ഒന്നുമില്ല, പക്ഷെ അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യാൻ ഒരു നടന് വേണം എന്ന് പറഞ്ഞപ്പോഴാണ് പെരുന്തച്ചലിലെ ചില സീൻസ് അന്ന് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ സന്തോഷ് ശിവൻ മണിരത്നെ കാണിക്കുന്നതും അവരതിൻ്റെ ഒരു ലൈറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കാണിച്ചത് കണ്ടപ്പോഴാണ് മനോജ് കെ ജയൻ്റെ ഒരു ക്യാരക്ടർ കണ്ടിട്ട് മനോജ് കെ ജയൻ്റെ അഭിനയം കണ്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് മണിരത്നം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് വിളിപ്പിച്ചത്. അങ്ങനെയാണ് ദളപതിയിലേക്ക് മനോജ് കെ ജയന് അവസരം കിട്ടുന്നത്. ഇതുപോലെ തന്നെയാണെന്ന് സർഗം എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് വേണ്ടിയിട്ട് ഹരിഹരൻ പുതുമുഖങ്ങളെ വെച്ച് തന്നെയാണ്, അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം പുതുമുഖങ്ങൾ എന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. അതിലാദ്യം കുട്ടൻ തമ്പുരാനെ പറ്റി, കാരണം നമുക്കറിയാം കുട്ടൻ തമ്പുരാൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അത് ആര് ചെയ്യും എന്ന് പല ആളുകളെ നോക്കി അവസാനമാണ് ഈ പറഞ്ഞ പോലെ പെരുന്തച്ചൻ എന്ന് പറയുന്നൊരു സിനിമയും ഒക്കെ കണ്ടൊക്കെ ശേഷമാണ് ഹരിഹരൻ കുട്ടൻ തമ്പുരാനായിട്ട് മനോജ് കെ ജയനെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ശരിക്ക് ആ ഒരു സിനിമ കൊണ്ട് തമിഴിൽ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി, മലയാളത്തിൽ സർഗം പോലത്തെ ഒരു സിനിമയിലെ ഭാഗമാകാൻ പറ്റി. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കറിയാം സർഗം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അറിയില്ല മനോജ് കെ ജയൻ്റെ കരിയർ എങ്ങനെയാവുമെന്ന്. കാരണം സർഗത്തിലൂടെയാണ് പിന്നീട് മനോജ് കെ ജയൻ തന്നെ ഒരു നടനായിട്ട് എസ്റ്റാബ്ലിഷ്ഡായി, പിന്നീട് നായകനായിട്ടും വില്ലനായിട്ടും സഹനടനായിട്ടൊക്കെ ഇന്നും നിലനിൽക്കുന്നത് ആ ഒരു കുട്ടൻ തമ്പുരാൻ്റെ ഒരു ഇതിലൂടെ തന്നെയാണ്. പിന്നെ അതിൽ അവാർഡ്സൊക്കെ നമുക്ക് സ്റ്റേറ്റ് അവാർഡ്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. നാഷണൽ അവാർഡ് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. സന്തോഷ് ശിവന് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് തിലകന് നാഷണൽ അവാർഡ് ഫൈനൽ റൗണ്ടിൽ ഇവരെത്തി
അവസാനം അന്ന് ആ അവാർഡ് കിട്ടിയതന്ന് അഗ്നിപഥ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അമിതാഭ് ബച്ചനായിരുന്നു. അപ്പോൾ അത് പിന്നീട് അന്ന് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം തിലകൻ്റെ പെർഫോമൻസിന് വെല്ലുന്ന പെർഫോമൻസ് ഒന്നുമല്ല അമിതാഭ് ബച്ചൻ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ അമിതാഭ് ബച്ചൻ്റെ എന്താ പറയുക ഫാമിലി ഫ്രണ്ടായ അന്ന് രാജീവ് ഗാന്ധിയുടെ ഒക്കെ ഒരു കെയർ ഓഫിലാണോ അമിതാഭ് ബച്ചൻ അവാർഡ് കിട്ടിയത്, പല ചർച്ചകളൊക്കെ അന്നുണ്ടായിരുന്നു. ഇന്നും പലപ്പോഴും പല അവാർഡുകളെ കുറിച്ച് പറയുമ്പോഴും ആ ഒരു കാര്യം എടുത്ത് ഇടാറുണ്ട്. എന്തായാലും പെരുന്തച്ചൻ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അന്ന് ഞാനത് തിയേറ്ററിൽ നിന്ന് കണ്ട ഓർമ്മ എനിക്കില്ല. ഞാനത് 1ാം ക്ലാസ്സിലോ 2ിലൊക്കെ അന്ന് പഠിക്കുന്നത്, തിയേറ്ററിൽ കണ്ടിട്ടില്ല. പക്ഷേ ടി വിയിൽ വന്നപ്പോഴൊക്കെ അത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ നമുക്കറിയാം സന്തോഷ് ഇവൻ എന്ന് പറയുന്ന ഒരു ക്യാമറാമാൻ്റെ ഒക്കെ ഒരു കരിയറൊക്കെ മാറ്റിമറിച്ച ഒരു സിനിമ തന്നെയാണ്. പക്ഷേ അതിൻ്റെ സംവിധായകൻ നേരത്തെ പറഞ്ഞ പോലെ അജയൻ, അദ്ദേഹം ഇന്നില്ല. അദ്ദേഹം എനിക്ക് 2-3 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു. എന്തായാലും അദ്ദേഹത്തിന് മറ്റൊരു സിനിമ അദ്ദേഹത്തിന് സംവിധാനം ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് എൻ്റെ ഒരു കാരണം നമുക്കറിയില്ല. എന്തായാലും അജയൻ എന്നുള്ള സംവിധായകനെ കുറിച്ച് ഞാൻ കുറച്ച് ആർട്ടിക്കിൾസൊക്കെ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ട്. പക്ഷേ അധികം അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഇദ്ദേഹം അടയാളം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി ഇത്രയും കഴിവുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇതേപോലെ ഒരു ഹിറ്റ് കൊടുത്തിട്ട് അധികം സിനിമകളൊന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ പിന്നീട് ഒരു സിനിമ ചെയ്യാത്ത സംവിധായകരൊന്നും എൻ്റെ ഓർമ്മയിലില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ ഡിസ്കസ് ചെയ്തല്ലാത്ത നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കമൻറ്റ് ചെയ്യാം. പെരുന്തച്ചൻ എന്നുള്ള സിനിമയെക്കുറിച്ചും തിലകൻ്റെ പെർഫോമൻസിനെ കുറിച്ചും ഈ പറഞ്ഞ പോലെ മനോജ് കെ ജനെ കുറിച്ചൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം.